നമ്മൾ ഓരോ ദിവസവും ജീവിക്കുകയാണ്. എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ വില എന്താണ്? നമ്മൾ പലപ്പോഴും കരുതുന്നത് പണമുണ്ടെങ്കിൽ ജീവിതം സെറ്റാണെന്നാണ്, ജോബുണ്ടെങ്കിൽ സെക്യൂർ ആണെന്നാണ്, ഫാമിലി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്നാണ്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ വില നമ്മൾ സാധാരണ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയില്ല. അത് ചില പ്രത്യേക മുഹൂർത്തങ്ങളിൽ മാത്രം നമ്മെ തട്ടി ഉണർത്തും. അതൊരു നഷ്ടമായിരിക്കാം, ഒരു രോഗമായിരിക്കാം, ഒരു പരാജയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തമായിരിക്കാം. ആ നിമിഷങ്ങളിൽ നമ്മൾ നിശബ്ദരാകും, ചിന്തിക്കും, മാറും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ജീവിതം എത്ര വിലപ്പെട്ടതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ കഴിയുന്ന 7 മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും, കുറച്ചുകൂടി കൂടുതൽ വിലമതിക്കും, ഏറെ നന്ദിയുള്ളവരായി നിങ്ങൾ മാറും. കാരണം ജീവിതം വലിയതല്ല, പക്ഷേ അതിൻ്റെ വില വളരെ വലുതുമാണ്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നഷ്ടങ്ങൾ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ. ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും വില കൊടുക്കും. പണം, ജോലി, പേര്, സ്റ്റാറ്റസ്. പക്ഷേ ഒരു സത്യമുണ്ട്, നമ്മളോടൊപ്പമുള്ള ആളുകളുടെ വില നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് അവർ ഇല്ലാതാകുമ്പോഴോ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോഴോ ആണ്. നഷ്ടം എന്നത് എല്ലായ്പ്പോഴും മരണം മാത്രമല്ല. ഒരാൾ അകന്നു പോകുന്നതും ബന്ധം ദൂരപ്പെടുന്നതും, ഒരിക്കൽ വളരെ ക്ലോസ് ആയിരുന്ന ഒരാൾ ഇന്ന് സ്ട്രേഞ്ചർ ആകുന്നതും നഷ്ടങ്ങൾ തന്നെയാണ്. നമ്മൾ ബിസി ആയിരിക്കും. ഇന്ന് കാൾ ചെയ്യാം, നാളെ കാൾ ചെയ്യാം, അല്ലെങ്കിൽ നാളെ കാണാം, അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ആ നാളുകൾ അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങൾ വരികയേയില്ല. ഒരു സാധാരണ ഉദാഹരണത്തിലേക്ക് വരാം. ഒരു മകൻ ജോലി തിരക്കിൽ വീട്ടിലേക്ക് പോകാറേയില്ല. അമ്മ വിളിക്കുമ്പോൾ പിന്നെ സംസാരിക്കാം അമ്മേ എന്ന് പറഞ്ഞു വയ്ക്കും. ഒരു ദിവസം അമ്മയ്ക്ക് അസുഖം കലശലായി എന്നറിഞ്ഞപ്പോൾ അവൻ വിളിക്കുകയുണ്ടായി. പക്ഷേ അവൻ്റെ കോളെത്തുന്നതിന് മുമ്പ് അമ്മ ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു. പിന്നെ അവൻ്റെ ഉറങ്ങാത്ത രാത്രികളിൽ അവൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് സമയമുണ്ടായിരുന്നു ഒരുപാട്, പക്ഷെ ഞാൻ അതെൻ്റെ അമ്മയ്ക്ക് നൽകിയില്ല. ഈ റിയലൈസേഷൻ വേദന നൽകും, പക്ഷേ അതോടൊപ്പം ഒരു വലിയ പാഠവും നൽകും. സ്നേഹം ഉള്ളപ്പോൾ അത് പ്രകടിപ്പിക്കണം, സമയമുള്ളപ്പോൾ അത് പങ്കിടണം. ഇനി സമയം കിട്ടാതെ പോരുകയാണെങ്കിലോ നമ്മൾ അതിനെ കണ്ടെത്തണം. നഷ്ടങ്ങൾ നമ്മെ വളരെ സോഫ്റ്റാക്കും. മുമ്പ് നമ്മൾ പറയാതെ വെച്ച ഐ ലവ് യു, കെയർ യു, നീ എനിക്ക് വളരെ പ്രധാനമാണ് എന്നീ വാക്കുകൾ നഷ്ടത്തിന് ശേഷം മാത്രം മനസ്സിൽ വരും. പക്ഷേ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി ജീവിച്ചിരിക്കുന്നവരോട് ഇതെല്ലാം കാട്ടൂ, ഇതെല്ലാം പറയൂ. നഷ്ടം നമ്മെ മാറ്റും. നമ്മൾ കൂടുതൽ എമ്പതറ്റിക്കാകും. റിലേഷൻഷിപ്സ് നമുക്ക് കൂടുതൽ പ്രധാനമാകും. നമ്മുടെ ഈഗോ കുറയും. മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്തിരുന്ന ആളുകൾ നഷ്ടത്തിന് ശേഷം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, നഷ്ടം നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ഡിലേ ചെയ്യാതെ, കണ്ടീഷൻ ഇല്ലാതെ നമ്മെ സ്നേഹിക്കാൻ ഇത് പരിശീലനം നൽകുന്നു. അതിനാൽ ഇന്ന് തന്നെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു കാൾ ചെയ്യൂ, ഒരു മെസ്സേജ് അയക്കൂ. ഒരു മെസ്സേജിൽ ഇങ്ങനെ പറയൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ വിലമതിക്കുന്നു. കാരണം സമയം നമ്മെ കാത്തു നിൽക്കില്ല, അവസരങ്ങൾ റിപ്പീറ്റ് ആകുകയുമില്ല. നഷ്ടം നമ്മെ തകർക്കാനല്ല, നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനുള്ളതാണ്. രണ്ടാമത്തെ കാര്യം,
ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ദിവസവും നടക്കുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം വളരെ സാധാരണ കാര്യങ്ങൾ പോലെ തോന്നും. പക്ഷെ ഒരു സത്യമുണ്ട്, ഇതെല്ലാം ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഹെൽത്ത് ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കാറില്ല. ലേറ്റായി ഉറങ്ങും, ജങ്ക് ഫുഡ് കഴിക്കും, സ്ട്രെസ് ഇഗ്നോർ ചെയ്യും. കാരണം ഒന്നും സംഭവിക്കില്ല എന്ന മൈൻഡ് സെറ്റ്. പക്ഷേ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ പോലും ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവ് മാറും. ഒരു ചെറിയ ഫീവർ പോലും വന്നാൽ ബെഡിൽ കിടക്കണം, എനർജിയില്ല, മൂഡ് ഡൗൺ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഹെൽത്തി ആയിരുന്നപ്പോൾ എത്ര ഫ്രീ ആയിരുന്നു എന്ന്. ഇത് വലിയ രോഗം ആകേണ്ടതില്ല. ഒരു ബാക്ക് പെയിൻ പോലും ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി ദിവസവും ജിമ്മിൽ പോകുന്നില്ല, ഹെൽത്ത് കെയർ ചെയ്യുന്നില്ല. ഒരു ദിവസം ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഷുഗർ ഹൈ ആണ്, BP വളരെ കൂടുതലാണ്. അപ്പോഴാണ് നമ്മൾ റിയലൈസേഷൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ബോഡിയെ ഇഗ്നോർ ചെയ്തു. അതോടുകൂടി നമ്മൾ സഡൻലി ലൈഫ് സ്റ്റൈൽ മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഡയറ്റ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, നന്നായി ഉറങ്ങുന്നു. ഇതാണ് ഹെൽത്ത് അവയർനെസ് നൽകുന്ന പോസിറ്റീവ് ചേഞ്ച്. ഹെൽത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, നീ നിന്റെ ബോഡിയെ കെയർ ചെയ്യണം. കാരണം മണി വീണ്ടും സമ്പാദിക്കാം, കരിയർ വീണ്ടും ബിൽഡ് ചെയ്യാം. പക്ഷെ ഹെൽത്ത് നഷ്ടപ്പെട്ടാൽ റിക്കവർ ചെയ്യാൻ എഫർട്ട്, പെയിൻ എല്ലാം വേണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ഹാബിറ്റ്സ് തന്നെ നാളത്തെ ഹെൽത്ത് തീരുമാനിക്കും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തെന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഫീൽ ചെയ്യുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. പെയിൻ ഇല്ലാതെ നടക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ബ്രീത്ത് ചെയ്യുന്നത് പോലും നമുക്ക് കിട്ടുന്ന മഹാനുഗ്രഹമാണ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ലൈഫിനെ കൂടുതൽ വാല്യൂ ചെയ്യും. പ്രാക്ടിക്കൽ ചേഞ്ച് നമ്മളിൽ വരുത്തും. നമ്മുടെ ജങ്ക് ഫുഡ് അഡിക്ഷൻ കുറയും. എക്സസൈസ് നമ്മൾ ആരംഭിക്കും. മെൻ്റൽ ഹെൽത്തിൽ ശ്രദ്ധിക്കും. ഹെൽത്ത് കെയർ നമ്മെ ഭയപ്പെടുത്താനല്ല, നമ്മളെ ജീവിതത്തെ കെയർ ചെയ്യാൻ പഠിപ്പിക്കാനാണ്. അതിനാൽ നമുക്ക് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കാം, പ്രിവെൻറ്റീവ് കെയർ എടുക്കാം. കാരണം ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത്. 3. പരാജയങ്ങൾ നമ്മെ പുതിയ വഴികൾ കാണിച്ചു തരുമ്പോൾ. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു കോമൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഫെയില്യൂറാണ്. പക്ഷെ നമ്മൾ അത് കാണുന്നത് പലപ്പോഴും എൻഡ് എന്നായിട്ടാണ്. പക്ഷെ സത്യം അതൊരു ന്യൂ ബിഗിനിങ് ആണ് എന്നുള്ളതാണ്. പരാജയം വന്നാൽ ആദ്യം എന്ത് സംഭവിക്കും? കോൺഫിഡൻസ് ഡൗൺ ആകും, സെൽഫ് ഡൗട്ട് തുടങ്ങും, എനിക്ക് പറ്റില്ല എന്ന് തോന്നലുണ്ടാകും. ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ നിന്നാണ് ഒരു വലിയ മാറ്റം തുടങ്ങുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി എക്സാം ഫെയിലായി. അവൻ ആദ്യം തകർന്നു പോകും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അനാലിസിസ് ചെയ്യും. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? എനിക്ക് എങ്ങനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാം? ഇതാണ് ഗ്രോത്ത്. പരാജയം നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത് റീതിങ്ക് ചെയ്യാനാണ്, ഇംപ്രൂവ് ചെയ്യാനാണ്, സ്ട്രോങ്ങർ ആകാനാണ്. മുമ്പ് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നിരിക്കാം. ഫെയിലിയർ നമ്മെ ഗ്രൗണ്ടഡ് ആക്കും. മറ്റൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ഒരു വ്യക്തി ബിസിനസ് തുടങ്ങി, അത് ഫെയിലായി. ലോസ്, സ്ട്രെസ്, ക്രിറ്റിസിസം എല്ലാം അയാൾക്ക് വന്നു. പക്ഷെ പിന്നീട് അവൻ പുതിയ സ്കിൽസ് പഠിച്ചു, എക്സ്പീരിയൻസ് നേടി, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 2ാം ശ്രമത്തിൽ അവൻ വിജയിക്കുകയുണ്ടായി. എന്താണ് ഇവിടെ വന്ന ഡിഫറൻസ്? ഫെയില്യുവർ അവനെ ബെറ്റർ വേഴ്സണാക്കി മാറ്റി. ഫെയില്യുവർ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ലെസൺസ് പാഷ്യൻസ്, റെസിലിയൻസ്, ഹ്യൂമാനിറ്റി ഇവയാണത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ സക്സസ് വാല്യൂ ചെയ്യാൻ ഫെയില്യുവർ വേണം. ഫെയില്യുവർ ഇല്ലാതെ സക്സസ് കിട്ടിയാൽ അതിൻ്റെ വാല്യൂ അറിയില്ല. പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഫെയില്യുവർ നമ്മെ തകർക്കുന്നില്ല, നമ്മെ ഷേപ്പ് ചെയ്യുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത വഴി എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ഫെയില്യുവർ വരുമ്പോൾ ലൈഫ് നമുക്ക് ബെറ്റർ റൂട്ട് കാണിച്ചു തരും. പരാജയം എന്നത് ഒരു അവസാനമല്ല, അത് ജീവിതം പറയുന്ന ഒരു പുതിയ ദിശയാണ്. 4ാമത്തെ കാര്യം, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ നമ്മെ കണ്ടെത്താൻ സഹായിക്കുമ്പോൾ. ലോൺലിനെസ്. പലർക്കും ഇത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എനിക്ക് ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല,
പക്ഷെ ഒരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്കിത് നോക്കാം. ലോൺലിനെസ് പനിഷ്മെൻ്റ് അല്ല, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എല്ലായ്പ്പോഴും ബിസി ആയിരിക്കും, ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ, ജോലി. പക്ഷേ ഒരു ഫേസ് വരും, നമ്മൾ ഒറ്റപ്പെടും. ആ സമയത്ത് ഫോൺ സൈലൻ്റ് ആകും, മെസ്സേജ് കുറവാകും, ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോഴാണ് നമ്മളെ കേൾക്കാൻ തുടങ്ങുന്നത്. ഒരു വ്യക്തി ലൈഫിൽ ഒരു തോട്ട് ഫേസിലേക്ക് കടക്കുന്നു. ഫ്രണ്ട്സ് എല്ലാം ബിസി, സപ്പോർട്ട് വളരെ കുറവ്. ആദ്യത്തിൽ അവൻ ഡിപ്രസ്ഡ് ഫീൽ ചെയ്യും. പക്ഷെ സ്ലോലി അവൻ റീഡിംഗ് തുടങ്ങുന്നു, റൈറ്റിംഗ് തുടങ്ങുന്നു, തൻ്റെ തോട്ട്സ് മനസ്സിലാക്കുന്നു. പിന്നീട് അവൻ റിയലൈസ് ചെയ്യും, ഈ ഫേസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ കണ്ടെത്താൻ വൈകിയേനെ. ലോൺലിനെസ് നമ്മോട് ചോദിക്കും, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ട്രൂലി ഇമ്പോർട്ടൻ്റ്. ഈ ചോദ്യങ്ങൾ നമ്മെ മെച്യൂറാക്കും. മറ്റൊരു പോസിറ്റീവ് ചേഞ്ച്, നമ്മൾ റിലേഷൻഷിപ്സ് ബെറ്ററായി വാല്യൂ ചെയ്യും. മുമ്പ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരിക്കും. ടൈം പാസിനായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വയ്ക്കും. നമ്മൾ പിന്നീട് ക്വാളിറ്റിയുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തും, ക്വാണ്ടിറ്റിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് കംഫർട്ടബിൾ ആകുമ്പോൾ മാത്രമേ മറ്റൊരാളോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. ലോൺലിനെസ് നമ്മെ പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് ആണ്, നമ്മെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. ഇമോഷണൽ സ്ട്രെങ്ത് ആണ്, നമ്മുടെ വികാരങ്ങൾക്ക് മേൽ നമുക്ക് കരുത്ത് വരുന്നു. ഇതില്ലെങ്കിൽ നമ്മൾ ഓൾവേസ് അതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒറ്റപ്പെടൽ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ നിങ്ങളായി കണ്ടെത്താനാണ്. പരാജയം നമ്മെ ശക്തരാക്കും. ഒറ്റപ്പെടൽ നമ്മെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അഞ്ചാമത്തത്, വിജയങ്ങൾ നമ്മെ നന്ദിയുള്ളവരാക്കുമ്പോൾ. ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വലിയ കാര്യത്തിൽ വിജയിക്കുമ്പോൾ ആ നിമിഷം നമ്മൾ ഏറെ സന്തോഷിക്കും. ഞാനത് ചെയ്തു, എനിക്കിത് സാധിച്ചു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഒരു ശാന്തമായ ചിന്ത വരും, ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയതാണോ? അപ്പോൾ മനസ്സിലാകും, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മളെ പ്രോത്സാഹിപ്പിച്ച സുഹൃത്തുക്കൾ, നമ്മൾ തളർന്നപ്പോൾ കൂടെ ഉണ്ടായ കുടുംബം, ഇവരില്ലാതെ ഈ വിജയം സാധ്യമാകുമായിരുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു യുവാവ് ഏറെ പരിശ്രമിച്ച് ഒരു നല്ല ജോലി നേടുന്നു. അവൻ ആദ്യം തൻ്റെ സന്തോഷം ആഘോഷിക്കും. പക്ഷെ പിന്നെ അവൻ ഓർക്കും, താൻ രാത്രി ഉറങ്ങാതെ പഠിച്ച ദിവസങ്ങൾ, അമ്മ ഉണർന്നിരുന്ന് തനിക്ക് വിളമ്പിത്തന്ന ഭക്ഷണം, തൻ്റെ പഠനത്തിനു വേണ്ടി അച്ഛൻ ചെയ്ത ത്യാഗങ്ങൾ. അപ്പോൾ അവൻ്റെ കണ്ണിൽ സന്തോഷത്തോടൊപ്പം നന്ദിയും വരും. വിജയം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും നേടുന്നില്ല. ജീവിതം ഒരു കൂട്ടായ്മയാണ്. മറ്റൊരു സത്യവും കൂടിയുണ്ട്. വിജയം കിട്ടുമ്പോൾ നമ്മൾ ഹംബിൾ അഥവാ വിനയമുള്ളവർ ആകണം. കാരണം എന്താണെന്നോ, ഇന്ന് നമ്മൾ ഉയർന്നിരിക്കുന്നു, നാളെ വീണ്ടും താഴെയാകാം. അതിനാൽ വിജയം നമ്മെ ഉയർത്തണം, പക്ഷേ നമ്മുടെ ഈഗോ ഒരിക്കലും ഉയരരുത്. വിജയം നമ്മെ ഉയർത്തുന്നു, നന്ദി നമ്മെ മനുഷ്യനാക്കുന്നു. ആറാമത്തേത്, മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ. അവന് അതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ. പക്ഷെ ഒരിക്കൽ നമ്മൾ മറ്റൊരാളുടെ ജീവിതം അടുത്തായി കാണുമ്പോൾ നമ്മുടെ ചിന്ത മാറും. ഒരു ഉദാഹരണം പറയാം. ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വലിയ രോഗവുമായി പോരാടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ നിശബ്ദരാകും. എനിക്ക് ഇത്രയും പ്രശ്നം എന്ന് കരുതിയത് എന്തായിരുന്നു എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബം വളരെ കുറഞ്ഞ സാധനങ്ങളോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, സന്തോഷം ഇത്ര സിമ്പിളായിരുന്നു. ഇത് നമ്മെ വലിയ ഒരു സത്യത്തിലേക്ക് എത്തിക്കും. സന്തോഷം ഉള്ളതിലാണ്, ഇല്ലാത്തതിലല്ല. ഈ മുഹൂർത്തങ്ങൾ നമ്മെ നന്ദിയുള്ളവരാക്കും. ചെറിയ കാര്യങ്ങൾ പോലും വിലമതിക്കാൻ പഠിപ്പിക്കും. നമ്മൾ കുറച്ച് പരാതിപ്പെടും, കൂടുതൽ നന്ദി പറയും. ജീവിതം ലൈറ്റായിട്ട് നമുക്ക് തോന്നി തുടങ്ങും. ഒരു ചെറിയ ഹാബിറ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങും. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ്
ഇന്ന് എനിക്ക് എന്താണ് നന്ദി പറയാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ജീവിതം പതിയെ പതിയെ മാറി തുടങ്ങും. നമ്മൾ ഉള്ളത് കണ്ടാൽ സന്തോഷം നമുക്ക് കുമിഞ്ഞുകൂടും. ഇല്ലാത്തത് മാത്രം കണ്ടാൽ അസന്തോഷം മാത്രം നമുക്ക് ലഭിക്കും. ഏഴാമത്തെ കാര്യം, നമ്മൾ തന്നെ വളർന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം എന്താണെന്ന് അറിയാമോ? നമ്മൾ തന്നെ മാറിയെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമാണ്. ഒരു ദിവസം സഡൻലി നമ്മൾ റിയലൈസ് ചെയ്യും, ഇതിനു മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ കോപിച്ചേനെ, ഇപ്പോൾ ഞാൻ ശാന്തമാണ്. അതാണ് വളർച്ച, അതാണ് പക്വത. ഒരു ഉദാഹരണം പറയാം. മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അപ്സെറ്റ് ആയിരുന്ന ഒരാൾ ഇപ്പോൾ അതേ സിറ്റുവേഷനിൽ കാമായി സംസാരിക്കുന്നു. ഇതൊരു ചെറിയ മാറ്റം പോലെ നമുക്ക് തോന്നും, പക്ഷേ വലിയ വളർച്ചയാണിത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, മുമ്പ് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ജീവിച്ച ഒരാൾ ഇപ്പോൾ തൻ്റെ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു. ഇത് കോൺഫിഡൻസ് ആണ്, ഇത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ജീവിതം നമ്മളെ സ്ലോലി മാറ്റുന്നു. അത് അനുഭവങ്ങൾ വഴിയാകാം, ചിലപ്പോൾ വേദന തന്നിട്ടാകാം, ചിലപ്പോൾ ചില സന്തോഷങ്ങൾ നൽകിയിട്ടാകാം. ഞാൻ ഇന്നത്തെ ഞാനായത് എൻ്റെ എല്ലാ അനുഭവങ്ങളുടെയും ഫലമാണെന്ന് നമുക്ക് നാളെ തോന്നണം. ഈ മുഹൂർത്തം നമ്മളെ വിലമതിക്കാൻ പഠിപ്പിക്കും. നമ്മുടെ ജേണി അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മെ ഇത് സഹായിക്കും. ഒരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെർഫെക്റ്റ് ഇവിടെ ആകേണ്ടതില്ല. പക്ഷേ യെസ്റ്റർഡേയേക്കാൾ ഇന്ന് ബെറ്റർ ആയാൽ മതി. വളർച്ച വലിയ കാര്യങ്ങൾ കൊണ്ടല്ല സംഭവിക്കുന്നത്, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ്. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമാവുകയില്ല, പക്ഷേ നമ്മളെ പഠിപ്പിക്കും, വളർത്തും, മാറ്റും. പ്രിയപ്പെട്ടവരെ, ജീവിതം നമ്മൾ കരുതുന്നത് പോലെ അത്ര വലിയതൊന്നുമല്ല, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിലാണ്. നഷ്ടങ്ങൾ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. രോഗങ്ങൾ നമ്മെ ജീവിതം കരുതലോടെ ജീവിക്കാൻ പഠിപ്പിച്ചു. പരാജയങ്ങൾ നമ്മെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ചു. ഒറ്റപ്പെടൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തി. വിജയങ്ങൾ നമ്മെ നന്ദിയുള്ളവരാക്കി. മറ്റുള്ളവരുടെ ജീവിതം നമ്മെ വിനയമുള്ളവരാക്കി. നമ്മുടെ മാറ്റങ്ങൾ നമ്മെ ശക്തരാക്കി. അതെ, ഈ എല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിതം. ജീവിതം പെർഫെക്റ്റ് ആകില്ല, പക്ഷേ മീനിങ് ഫുൾ ആകാം. നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരികയില്ല, പക്ഷേ ഓരോ നിമിഷവും വിലമതിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ഉണ്ട് എന്ന് നോക്കുക. കാരണം ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ശ്വസിക്കുന്നത് തന്നെ ഒരു അവസരമാണ്. ഇന്നത്തെ ദിവസം തന്നെ ഒരു സമ്മാനമാണ്. അതിനാൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കൂ. നിങ്ങളുടെ ആരോഗ്യത്തെ കരുതലോടെ കാണൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരൂ. പക്ഷേ അതിനിടയിൽ ജീവിതം ജീവിക്കാൻ മറക്കരുത്. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ തിരഞ്ഞത് സന്തോഷമല്ല, നിങ്ങൾ ജീവിച്ച ഓരോ നിമിഷങ്ങളായിരുന്നു നിങ്ങളുടെ സന്തോഷം.